ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും STPI മീഡിയ ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 5.1 ആംപ്ലിഫയർ, ഒരു ലോ ബഡ്ജറ്റിലൊക്കെ ചെയ്യാൻ പറ്റിയ ആംപ്ലിഫയറിൻ്റെ ഒരു ബോർഡാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു പവർ ആംപ്ലിഫയർ ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഹോം തിയേറ്ററുകളിലും പിന്നെ ചെറിയ ആംപ്ലിഫയറുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബോർഡാണിത്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഇങ്ങനൊരു പാക്കിങ്ങിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പാക്കിൽ നിന്ന് പുറത്തെടുക്കാം. ഇതാണ് നമ്മുടെ 5.1 ആംപ്ലിഫയർ ബോർഡ്. നമുക്ക് ഹോം തിയേറ്ററുകളിലും ഹോം തിയേറ്റർ ആംപ്ലിഫയറുകളിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബോർഡാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. TDA 2030 IC വെച്ചിട്ടുള്ള ബോർഡാണിത്. 7 IC ആണ് നമുക്ക് ഈ ബോർഡിൽ വന്നിട്ടുള്ളത്. നോക്കിയാൽ കാണാം, 7 IC ആണ് നമുക്ക് ഈ ഒരു ബോർഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ TDA 2030 IC വെച്ചിട്ടുള്ള ആംപ്ലിഫയർ ബോർഡാണ് ഈ ഒരു ബോർഡ്. ഇത് നമുക്ക് നമ്മുടെ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന 5.1 ഹോം തിയേറ്ററുകളിലെല്ലാം ബോർഡ് കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡ് വെച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ബോർഡുകൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ബോർഡ് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോർഡും കൂടാതെ ഒരു പ്രോലോജിക് ബോർഡും വെച്ചിട്ട് നമുക്കൊരു ഹോം തിയേറ്റർ അസംബിൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞാൻ ഈ ബോർഡും ഒരു പ്രോലോജിക് ബോർഡും വെച്ചിട്ട് ഒരു ഹോം തിയേറ്റർ അസംബിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ ചേർക്കാം. അപ്പോൾ ബാക്കി ഈ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഈ 2030 IC, TDA 2030 എന്ന IC, ഒരു ICയുടെ സൗണ്ട് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് 20 watts ആണ് ഔട്ട്പുട്ട് വരുന്നത്. അങ്ങനെയുള്ള 7 ICകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു ഭാഗത്ത് സബ് വൂഫറിന് 2 IC വെച്ച് മോണോ ചെയ്ത് ബ്രിഡ്ജ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു IC ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നോക്കിയാൽ കാണാം, മൊത്തം ഇതിൽ 1 2 3 4 5 6 7 ICകൾ വന്നിട്ടുണ്ട്. അതിൽ ഈ അറ്റത്ത് കാണുന്ന ഈ 2 IC ബ്രിഡ്ജ് ചെയ്തിട്ടാണ് സബ് വൂഫറിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 IC കൊണ്ട് ചേർന്ന് നമുക്ക് 40 watts ഔട്ട്പുട്ട് കിട്ടും. നമുക്കിതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്? ഇവിടെ നോക്കിയാൽ കാണാം, 12 volt ആണ് ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ്. 12 volt ആണ് ഈ ബോർഡിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ്. 12 volt പ്ലസ് ഓർ മൈനസ്, -12 volt ഗ്രൗണ്ട്, +12 volt. അങ്ങനെയാണ് ഇതിൻ്റെ പവർ കണക്ഷൻ ഡീറ്റെയിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കിയാൽ കാണാം, സ്പീക്കർ ഔട്ട്പുട്ട്. ഇതൊരു സ്പീക്കർ ഔട്ട്പുട്ട്, ഇവിടെ ഒരു സ്പീക്കർ ഔട്ട്പുട്ട്, ഇവിടെ ഒരു സ്പീക്കർ ഔട്ട്പുട്ട്, ഇവിടെ ഒരു സ്പീക്കർ ഔട്ട്പുട്ട്, ഇവിടെ ഒരു സ്പീക്കർ ഔട്ട്പുട്ട്. അങ്ങനെ 6 ഔട്ട്പുട്ടുകളാണ് നമുക്ക് ഈ ഒരു ബോർഡിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇൻപുട്ട് ഇവിടെ നോക്കിയാൽ കാണാം, ഒരു ഇൻപുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, തൊട്ടുപുറത്ത് ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, തൊട്ടുപുറത്ത് ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, തൊട്ടുപുറത്ത് ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു ഇൻപുട്ട് സബ് വൂഫറിനുള്ള ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയറെല്ലാം ഇതിൻ്റെ ബാക്കിലാണ് കണക്ട് ചെയ്യേണ്ടത്. -volt ഗ്രൗണ്ട്, +volt, അങ്ങനെ ഡുവൽ സപ്ലൈ ആണ് ഈ ബോർഡിന് വരുന്നത്. ഇത് സ്പീക്കർ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ഓരോ ബോർഡിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട്, ഒരു സ്പീക്കർ ഔട്ട്പുട്ട്, 2 സ്പീക്കർ ഔട്ട്പുട്ട്, 3 4 5
ആറ് സ്പീക്കർ ഔട്ട്പുട്ട്. ഇൻപുട്ട് 1, ഇൻപുട്ട് 2, ഇൻപുട്ട് 3, ഇൻപുട്ട് 4, ഇൻപുട്ട് 5, ഇൻപുട്ട് 6. അപ്പോൾ ഈ ഒരു ബോർഡ് വെച്ചിട്ട് ഞാനൊരു ബഡ്ജറ്റ് ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ബോർഡ് കണ്ടിട്ട് ഇത് ആവശ്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം. കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ എന്നോട് ചോദിക്കാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇത് നമുക്ക് യൂണിവേഴ്സൽ എന്നൊരു കമ്പനിയുടെയാണ് ഈ ബോർഡ്. യൂണിവേഴ്സൽ എന്നൊരു കമ്പനിയുടെ ബോർഡാണിത്. അപ്പോൾ ഇത്രയാണ് ഈ ബോർഡിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.